ഹായ് കൂട്ടുകാരെ, നാട്ടിലെ ഗ്യാങ്ങായിട്ട് ട്രിപ്പ് പോകുന്നതാ വാഗമൺ. ഈ കഴിഞ്ഞ ആഴ്ച വരെ എങ്ങും മഴയൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ എനിക്കറിയാമായിരുന്നു മഴ പെയ്യും, കോട വരും. എന്തൊരു ബ്യൂട്ടിയാണെന്നറിയോ. സമയം ഒരു 10 മണിയായി ഉണ്ടാവും. ഞങ്ങള് വാഗമൺ കയറി തുടങ്ങണുള്ളൂ. ചെറിയ ചാറ്റൽ മഴയും കോടയും. പിള്ളേരൊക്കെ താഴെ ആ കോടയിൽ നിൽക്കുക. ഞാൻ ഇത്ര നേരം അവിടെ നിൽക്കരുത്, പാട്ടൊക്കെ വെച്ച് ഡാൻസ്, ഫോട്ടോ എടുക്കല്, ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മിങ്ങനെ റോട്ടിൽ കൂടി നടന്നാ. എന്ത് രസോടോ ഇങ്ങനെ പാട്ടും കേട്ട് കിടക്കാൻ. ഹായ്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. കാരണം അത്ര നല്ല ക്ലൈമറ്റാണ് നമുക്ക് ദൈവം നൽകിയേക്കണത്. ഇത്ര നല്ല ക്ലൈമറ്റിൽ വാഗമൺ അതിസുന്ദരമാണ്. ആഹാ, മനോഹരം, എന്താ രസം. ഓ, നിങ്ങൾ തന്നെ നോക്കിയേ എന്റെ കൺമുന്നിലുള്ള കാഴ്ച കണ്ടോ. എന്ത് രസം നോക്കിയേ. ചുമ്മാ ഇങ്ങനെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വണ്ടി വരുമ്പോ എന്റെ പിക്ക് ചെയ്യുന്നത് ഇത് ഒരു KSRTC കണ്ടിട്ടാ. അതിന്റെ ഒരു വ്യൂ കാണിച്ചാൽ ഇത് താഴെ വെള്ളച്ചാട്ടം. ഐ വാ, താഴെ വെള്ളച്ചാട്ടം. ഇതൊക്കെയാണ് കാഴ്ചകൾ. താഴെ വെള്ളച്ചാട്ടം. ഞാൻ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോ വാഗമൺ. നിങ്ങളെ അവിടെ ആ വെള്ള വണ്ടി കണ്ടോ, അത്രയും ദൂരെ. ആ വണ്ടി നമ്മുടെ വണ്ടിയാണ്ടാ. അവരിപ്പൊ കയറി വന്നോളൂ. ഞാൻ അവിടെ നിന്ന് ചുമ്മാ നടന്നതാണ്. ഇതേവനാണ് ഓറ ഓറ. യെസ്, അവര് വരുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി ആയതുകൊണ്ട് പറയല, അല്ല ഞങ്ങൾ വന്ന വണ്ടി ആയതുകൊണ്ട് പറയല. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ആ വണ്ടിയിലെ യാത്ര. ഓറ, അവരുടെ വീട് എനിക്ക് തോന്നുന്നത് കോട്ടപ്പടി ഭാഗത്ത് കണ്ട. അപ്പോൾ അത്യാവശ്യം 21 പേരുടെ ട്രിപ്പൊക്കെ പോകാൻ ഈ വണ്ടി നല്ല യൂസ്ഫുള്ളാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം വണ്ടിയിലെ അകത്തെ ലൈറ്റ് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം ഫുൾ. നിതിൻ ചേട്ടൻ ഉൾപ്പെടെ നിതിൻ ചേട്ടൻ്റെ അനിയനും കൂടിയാണ് വന്നത്. അവരുൾപ്പെടെ നല്ല കംഫർട്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് അത്രയും സന്തോഷമായി. അതുകൊണ്ട് അവരോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. ഇനി എൻ്റെ പാർട്ട് 3 വരുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് കന്നഡക്കാരാണ് കേട്ടോ. കാരണം കർണാടകയിൽ നിന്നുള്ളവരായിരുന്നു അതിനകത്ത് ഫുള്ള്. അപ്പം കാണാം.